അങ്ങനെ ഞാൻ എൻ്റെ നഖം നീട്ടി വളർത്തി ഗൈസ്. രാവിലെ തന്നെ ജിലുവിനെ ഡേ കെയറിലാക്കി. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ജിലു ഡേ കെയറിൽ പോയിട്ടില്ലായിരുന്നു. കാരണം ട്രിപ്പ് വരുന്നതുകൊണ്ട് ഡേ കെയറിൽ പോയി ഇനി പനിയൊന്നും വരുത്തണ്ടെന്ന് കരുതി. പിള്ളേർക്ക് പനി വന്നു കഴിഞ്ഞാൽ പിന്നെ ട്രിപ്പിൻ്റെ അവസ്ഥ പറയണ്ടല്ലോ. അതിനുശേഷം ഞാൻ പോയത് കുറച്ച് നെയിൽ വെച്ച് പിടിപ്പിക്കാനാണ്. നഖമൊക്കെ ചിപ്പായി പെട്ടിട്ടുണ്ടായിരുന്നു. സോ യൂറോപ്പൊക്കെ പോകുമല്ലേ, ഞാനങ്ങനെ എക്സ്റ്റൻഷൻ ചെയ്യാറില്ല. എൻ്റെ നഖം അത്യാവശ്യം വലിപ്പത്തിൽ വളരാറുണ്ട്. അതുകൊണ്ട് തന്നെ എക്സ്റ്റൻഷൻ ആവശ്യം ഇല്ലായിരുന്നു ഇത്രയും നാൾ. ട്രിപ്പിൽ അത്യാവശ്യം നടക്കാനുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ പെഡിക്യൂർ ഞാൻ നന്നായി എൻജോയ് ചെയ്തു. പിന്നെ ടോ നെയിൽസും പെയിൻറ് ചെയ്ത് ഞാനൊരു വൈറ്റ് കളറായിട്ടാണ് ചൂസ് ചെയ്തത്. എന്തിന് ഈ കളർ ചൂസ് ചെയ്തതെന്ന് എനിക്കറിയില്ല. സാധാരണ ഞാൻ റിസർച്ചൊക്കെ ചെയ്ത് വരാറാണ്, പക്ഷേ ഇത് ബ്ലൈൻഡ്ലി വന്ന് ഞാൻ വൈറ്റ് ചൂസ് ചെയ്തു. അതുപോലെ തന്നെ കയ്യിലും പിൻട്രസ്റ്റ് ഒക്കെ തപ്പി ഞാൻ കണ്ടുപിടിച്ചാണ് ഈ വൃത്തിയായിട്ട ഡിസൈൻ. ശേഷം കൺസീലർ വാങ്ങാനായിട്ട് ഒരു കടയിൽ പോയപ്പം അവരെൻ്റെ നെയിൽസ് നോക്കിയിട്ട് പ്രിറ്റി നെയിൽസ് എന്ന് പറഞ്ഞപ്പോൾ ഒരു ആശ്വാസം. അവർക്കെങ്കിലും പ്രിറ്റിയായി തോന്നിയല്ലോ. പിന്നെ വീട്ടിൽ വന്ന് ലഞ്ച് കഴിച്ചിട്ട് ഞാൻ അടുത്ത സങ്കേതത്തിലേക്ക് പോവുകയാണ്. എൻ്റെ മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. സോ കളർ മാറ്റി. ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിരുന്നു എൻ്റെ ഹെയർ, ഒരു ചോക്ലേറ്റി ബ്രൗൺ ആക്കി എന്നാണ് അവർ പറഞ്ഞത്. അതിനുശേഷം നമ്മൾ ജിലുവിനെയും വിളിച്ചിട്ട് ഒരു ഷോപ്പിങ്ങിന് പോയി. ഷോപ്പിംഗ് അവളെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അവൾക്ക് വേണ്ട സാധനങ്ങൾ അവൾ എന്നെ മേടിച്ചോളും. അവളുടെ കുഞ്ഞമ്മയുടെ വീടാണ് ഈ വാൾമാർട്ട് എന്നാണ് അവളുടെ ചിന്ത. ഏതായാലും ആടിപ്പാടിയാണ് നടന്നത്. നമ്മൾ മെയിനായിട്ട് പോയത് ഒരു പെട്ടി മേടിക്കാൻ വേണ്ടിയാണ്. ഈ പെട്ടി മേടിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഒരു 3ാമത് തവണയാണ് വാൾമാർട്ടിൽ വരുന്നത്. കാരണം എപ്പോൾ വന്നാലും ഇവൾ എന്തെങ്കിലും വഴക്കുണ്ടാക്കി പോകും. ഏതായാലും ഫൈനലി നമ്മൾ ആ പെട്ടി മേടിച്ച് തിരിച്ച് വീട്ടിൽ പോവുകയാണ്. ഇന്ന് ഫുള്ള് പാക്കിംഗ് ആണ്. കാരണം നാളെ രാവിലെ ഞങ്ങൾക്ക് ഇറങ്ങണം. അതുകൊണ്ട് തന്നെ ഇന്ന് പാക്ക് ചെയ്തേ വരത്തുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചെയ്ത് തീർക്കാനായിട്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം വർക്ക് നിന്ന് മാറി നിൽക്കുകയല്ലേ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പെൻഡിങ് വർക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം തീർത്തതിന് ശേഷം ഞങ്ങൾ പാക്കിങ്ങിനിരുന്നു. പാക്കിംഗ് കുറച്ചുകൂടി ഈസി ആക്കിയത് ഈ തെമൂന്ന് വാങ്ങിച്ച ഈ പാക്കിംഗ് സാധനം കേട്ടോ. ഞങ്ങൾക്ക് ആകെ ക്യാരി ഓൺ മാത്രമേ ഉള്ളൂ. നമ്മൾ ഇത്രയും അലഞ്ഞു പോകുന്നതുകൊണ്ട് ലഗേജ് ഒന്നും ക്യാരി ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് 3 ക്യാരി ഓൺ ബാഗ്സ് ആൻഡ് നമുക്ക് പേഴ്സണൽ ബാഗ്സ് മാത്രമേ ഉള്ളൂ. 2 സ്വെറ്റർ വെച്ചാൽ തന്നെ 2 ക്യാരി ഓൺ നിറയും. ഏതായാലും ആ പാക്കിംഗ് സാധനം ഞങ്ങൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു കേട്ടോ. ഏതായാലും പാക്കിംഗ് ഒക്കെ ഫിനിഷ് ചെയ്തു. ഇനി നാളെയാണ് ഫ്ലൈറ്റ്. അപ്പം ഇനി നമുക്ക് യൂറോപ്പിൽ പോകുന്ന വഴിക്ക് കാണാം. ബൈ.